നോക്കി ഈ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് നോക്കിയേ ക്വസ്റ്റ്യൻ നോക്കിയേ എക്സ്പ്രസ് ദ ഫോളോയിങ് ഫംഗ്ഷൻ ഇൻ ടേംസ് ഓഫ് യൂണിറ്റ് സ്റ്റെപ്പ് ഫംഗ്ഷൻ ആൻഡ് ഫൈൻഡ് ഇറ്റ്സ് ലാപ്ലേസ് ട്രാൻസ്ഫോം. ക്വസ്റ്റ്യൻ ഇങ്ങനെ വരുവാണെങ്കിൽ ചില ക്വസ്റ്റ്യൻ പേപ്പറിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ കാണാറുണ്ട്. ഇത് യൂണിറ്റ് സ്റ്റെപ്പ് ഫംഗ്ഷൻ്റെ ക്വസ്റ്റ്യൻ നോട്ടാണ്, ടെക്സ്റ്റിലുള്ളതാണ്. 4 പ്രോപ്പർട്ടീസോ അല്ലെങ്കിൽ നോട്ടായിട്ടെന്നൊക്കെ പറയാം. നമുക്ക് 4 ഇക്വേഷൻസ് പഠിക്കാനുണ്ട്. ആ ഇക്വേഷൻസ് വെച്ചിട്ടാണ് ഇത് ചെയ്യുന്നത്. യൂണിറ്റ് സ്റ്റെപ്പ് ഫംഗ്ഷനോട് കൺവേർട്ട് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ലാപ്ലേസ് ട്രാൻസ്ഫോം കണ്ടുപിടിക്കുന്നത്. നോക്കി എഫ് ഓഫ് ടി ഈസ് ഈക്വൽ ടു ടി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 3, 0 ഇഫ് ടി ലെസ് ദാൻ 3. ഇതാണ് ഫംഗ്ഷൻ. നമ്മൾ എങ്ങനെയാണ് ഇതിൻ്റെ ലാപ്ലേസ് ട്രാൻസ്ഫോം കണ്ടുപിടിക്കുന്നത്? നോക്കി അതിനൊരു വഴിയുണ്ട്. എന്താ നോക്കാം. ഇക്വേഷൻസ് ഒന്ന് നോക്കി എല്ലാവരും. ഫസ്റ്റ് നോട്ടാണ്. സപ്പോസ് എഫ് ഓഫ് ടി ഈസ് ഈക്വൽ ടു ജി ഓഫ് ടി ഇഫ് ടി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എ ആൻഡ് 0 ഇഫ് ടി ലെസ് ദാൻ എ. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ ഫംഗ്ഷൻ ഇങ്ങനെയാണ് എഴുതുന്നത്. എഫ് ഓഫ് ടി എങ്ങനെ എഴുതും? ഇങ്ങനെയാണെങ്കിൽ എഫ് ഓഫ് ടി എഴുതുന്നത് എഫ് ഓഫ് ടി ഈസ് ഈക്വൽ ടു ജി ഓഫ് ടി ഇൻറ്റു യു ഓഫ് ടി മൈനസ് എ എന്നാണ്. എഫ് ഓഫ് ടി ഈസ് ഈക്വൽ ടു ജി ഓഫ് ടി ഇൻറ്റു യു ഓഫ് ടി മൈനസ് എ എന്നാണ്. നോക്കി അടുത്ത പ്രോപ്പർട്ടി നോക്കിയപ്പോൾ 4 പ്രോപ്പർട്ടിയോ അല്ലെങ്കിൽ നോട്ടായിട്ടോ നിങ്ങൾക്ക് പഠിക്കാം. രണ്ടാമത്തെ നോക്കി എഫ് ഓഫ് ടി ഈസ് ഈക്വൽ ടു ജി ഓഫ് ടി ഇഫ് എ ലെസ് ദാൻ ടി ലെസ് ദാൻ ബി 0 അതർവൈസ് ആണ്. അങ്ങനെയാണ് ക്വസ്റ്റ്യൻ എങ്കിൽ നമ്മൾ അവിടുത്തെ എഫ് ഓഫ് ടി എങ്ങനെ എഴുതാം? എഫ് ഓഫ് ടി ഈസ് ഈക്വൽ ടു ജി ഓഫ് ടി ഇൻറ്റു യു ഓഫ് ടി മൈനസ് എ മൈനസ് യു ഓഫ് ടി മൈനസ് ബി. ക്ലിയർ ആണോ? എങ്ങനെ വരുമ്പം ജി ഓഫ് ടി ഇഫ് എ ലെസ് ദാൻ ടി ലെസ് ദാൻ ബി 0 അതർവൈസ് ആണെങ്കിൽ നമ്മൾ എങ്ങനെ എഴുതാം? എഫ് ഓഫ് ടി ഈസ് ഈക്വൽ ടു ജി ഓഫ് ടി ഇൻറ്റു യു ഓഫ് ടി മൈനസ് എ മൈനസ് യു ഓഫ് ടി മൈനസ് ബി. അടുത്ത് നോക്കിയേ മൂന്നാമത്തെ നോട്ട്. എഫ് ഓഫ് ടി ഈസ് ഈക്വൽ ടു ജി വൺ ഓഫ് ടി ഇഫ് ടി ലെസ് ദാൻ എ, ജി ടു ഓഫ് ടി ഇഫ് ടി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എ. ടി ലെസ് ദാൻ എയിൽ ജി വൺ ഓഫ് ടിയും ടി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എയിൽ ജി ടു ഓഫ് ടിയും ആണെങ്കിൽ നമ്മൾ എഫ് ഓഫ് ടി എങ്ങനെ എഴുതാം? നോക്കിയേ ജി വൺ ഓഫ് ടി പ്ലസ് ജി ടു ഓഫ് ടി മൈനസ് ജി വൺ ഓഫ് ടി ഇൻറ്റു യു ഓഫ് ടി മൈനസ് എ. ഈ ഇക്വേഷൻസ് ഒക്കെ നല്ലോണം പഠിച്ചു വെച്ചേക്കണം. കാരണം ക്വസ്റ്റ്യൻ നമുക്ക് ഏത് എഫ് ഓഫ് ടി ആണ് എഴുതാനുള്ളതെന്ന് അറിഞ്ഞിരിക്കണം. അപ്പോൾ ഈ ഇക്വേഷൻസ്, ഈ 4 ഇക്വേഷൻസ് നിങ്ങൾക്ക് എന്താണ് ഇമ്പോർട്ടൻ്റ് ആണ്. റിസൾട്ട് അതായത് പ്രൂഫ് ഒന്നും ഇല്ല, ഇക്വേഷൻ മാത്രം പഠിച്ചാൽ മതി കേട്ടോ. നോക്കി പ്രോബ്ലം ചെയ്യാൻ വേണ്ടിയിട്ട്. അടുത്ത് നോക്കി എഫ് ഓഫ് ടി ഈസ് ഈക്വൽ ടു ജി വൺ ഓഫ് ടി ഇഫ് എന്താ കണ്ടീഷൻ? 0 ലെസ് ദാൻ ടി ലെസ് ദാൻ ഓർ ഈക്വൽ ടു എ ആൻഡ് ജി ടു ഓഫ് ടി ഇഫ് എ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ടി ലെസ് ദാൻ ഓർ ഈക്വൽ ടു ബി. G3 of t if എന്താ ടി ഗ്രേറ്റർ ദാൻ ബി. നോക്കി എന്താ പറഞ്ഞേ? 0ക്കും എക്കും ഇടയിലാണ് ടി എങ്കിൽ G1 of t ആണെങ്കിൽ അടുത്തെന്താ എക്കും ബിക്കും ഇടയിലാണ് G2 of t. ടി ഗ്രേറ്റർ ദാൻ ബി ആണെങ്കിൽ G3 of t. ഇങ്ങനെ 3 കണ്ടീഷൻ ഉണ്ടെങ്കിൽ എഫ് ഓഫ് ടി എങ്ങനെ എഴുതും? നോക്കി എല്ലാവരും. എഫ് ഓഫ് ടി എങ്ങനെ എഴുതും? എഫ് ഓഫ് ടി ഈസ് ഈക്വൽ ടു G1 of t പ്ലസ് G2 of t മൈനസ് G1 of t ഇൻറ്റു യു ഓഫ് ടി മൈനസ് എ പ്ലസ് G3 of t മൈനസ് G2 of t ഇൻറ്റു യു ഓഫ് ടി മൈനസ് ബി. 3 എണ്ണം വരുമ്പോഴാണ് പ്രത്യേകം ഓർക്കുക ഈ ഇക്വേഷൻ. 4ാമത്തെ ഇക്വേഷൻ നോക്കി 3 എണ്ണം വരുമ്പോൾ നോക്കിയില്ലേ എങ്ങനെയാണെന്ന്? ക്ലിയർ അല്ലേ? ഇത് 3 നല്ല വൃത്തിയായിട്ട് പഠിച്ചു വെച്ചേക്കണം. പക്ഷേ എളുപ്പമാണ്. നോക്കിയേ ഫംഗ്ഷൻ കണ്ടോ? എഫ് ഓഫ് ടി ഫസ്റ്റ് ജി ഓഫ് ടി ഇൻറ്റു യു ടി മൈനസ് എ. അടുത്തെന്താ? ജി ഓഫ് ടി ഇൻറ്റു യു ഓഫ് ടി മൈനസ് എ മൈനസ് യു ഓഫ് ടി മൈനസ് ബി. അടുത്തെന്താ? എഫ് ഓഫ് ടി 2 ഫംഗ്ഷൻ വരുമ്പം G1 of t പ്ലസ് G2 of t മൈനസ് G1 of t ഇൻറ്റു യു ഓഫ് ടി മൈനസ് എ. അടുത്ത 3 ഫംഗ്ഷൻ വരുമ്പോൾ നോക്കിയേ G1 of t പ്ലസ് G2 of t മൈനസ് G1 of t ഇൻറ്റു യു ഓഫ് ടി മൈനസ് എ. ഇത്രയും ഉണ്ട് ഇവിടെ. പ്ലസ് അഡീഷണൽ ആയിട്ട് എന്താ വരുന്നത്? G3 of t മൈനസ് G2 of t യു ഓഫ് ടി മൈനസ് ബി. നിങ്ങളുടെ ഇഷ്ടം പോലെ നിങ്ങൾക്ക് പഠിക്കാം. എന്താ നിങ്ങൾ വേണമെങ്കിൽ എന്താ പരസ്പരമുള്ള ബന്ധം നോക്കി മനസ്സിലാക്കി പഠിച്ചോളൂ, കുഴപ്പമില്ല. എന്തായാലും ഈ ഇക്വേഷൻ മസ്റ്റ് ആണ്. ക്ലിയർ ആണല്ലോ? നമുക്കൊരു പ്രോബ്ലത്തിലോട്ട് പോവാം. നോക്കിയേ ഫസ്റ്റ് പ്രോബ്ലം ആണ്. നോക്കിയേ എഫ് ഓഫ് ടി ഈസ് ഈക്വൽ ടു ടി ഇഫ് ടി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 3, 0 ഇഫ് ടി ലെസ് ദാൻ 3. നോക്കിയേ ഇതെങ്ങനെയാണ് ഫംഗ്ഷൻ എഴുതുന്നത്? നോക്കിയേ ഇവിടെ എങ്ങനെയാണ് കിടക്കുന്നത്? എഫ് ഓഫ് ടി എഫ് ഓഫ് ടി ഈസ് ഈക്വൽ ടു ജി ഓഫ് ടി സച്ച് ദാറ്റ് ടി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എ. ഇവിടെ നോക്കിയേ ടി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 3 അല്ലേ? അതേപോലെ നോക്കിയേ 0 ഇഫ് ടി ലെസ് ദാൻ എ. അതായത് ടി ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു ഫോമും ഉണ്ട്, ടി ലെസ് ദാൻ ഫോമും. അപ്പോൾ നോക്കി അപ്പോൾ നമുക്ക് ഈ ഫസ്റ്റ് നോട്ട് അപ്ലൈ ചെയ്തൂടെ? ഫസ്റ്റ് നോട്ട് എന്താ പറഞ്ഞേക്കുന്നത്? എങ്ങനെയാണ് അറിയാവുന്നത്? എഫ് ഓഫ് ടി ഈസ് ഈക്വൽ ടു എങ്ങനെയാണ് എടുത്തെഴുതുന്നത്? ജി ഓഫ് ടി ഇൻറ്റു യു ഓഫ് ടി മൈനസ് എ. ക്ലിയർ ആണല്ലോ ഇവിടം വരെ? എഫ് ഓഫ് ടി ഈസ് ഈക്വൽ ടു ജി ഓഫ് ടി ഇൻറ്റു യു ഓഫ് ടി മൈനസ് എ. ഇതാണ് ഫംഗ്ഷൻ. ഇനി നമ്മൾ എങ്ങനെ അതിനെ ബാക്കി എഴുതുന്നത്? എന്താ ചെയ്യുന്നത്?
ഇവിടെ ജി ഓഫ് ടി പകരം എന്താ കിടക്കുന്നത് ഓർമ്മയുണ്ടോ നോക്കി ഇവിടെ ജി ഓഫ് ടി ഇവിടെ എന്താ ടി അല്ലേ അപ്പം ടി ഇൻറ്റു നോക്കിയേ ബാക്കി നോക്കിയേ ടി ഇൻറ്റു യു ഓഫ് ടി മൈനസ് എ എന്താ പറഞ്ഞേ യു ഓഫ് ടി മൈനസ് എ നമ്മൾ എങ്ങനെ എഴുതും യു ഓഫ് ടി മൈനസ് എയുടെ സ്ഥാനത്ത് 3 ക്ലിയർ ആണല്ലോ ഇതാണ് ഫംഗ്ഷൻ എന്ന് കിട്ടി എഫ് ഓഫ് ടി ഇതാണേ നമ്മൾ എന്ത് ചെയ്യുന്നു രണ്ട് സൈഡിലും ലാപ്ലേസ് അപ്ലൈ ചെയ്യുന്നു അപ്പോൾ എന്ത് വരും എൽ ഓഫ് എന്താ എഫ് ഓഫ് ടി ഈസ് ഈക്വൽ ടു എൽ ഓഫ് ടി ഇൻറ്റു യു ഓഫ് ടി മൈനസ് 3 ക്ലിയർ അല്ലേ എൽ അപ്ലൈ ചെയ്യുന്നത് സിമ്പിളാണ് നമ്മളൊരു ഇക്വേഷൻ പഠിച്ചിട്ടുണ്ട് എൽ ഓഫ് എഫ് ഓഫ് ടി മൈനസ് എ യു ഓഫ് ടി മൈനസ് എ ആണെങ്കിൽ ഇ റൈസ് ടു മൈനസ് എ എസ് എൽ ഓഫ് എഫ് ഓഫ് ടി ആണെന്ന് കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ പഠിച്ചതാണ് രണ്ട് ഫംഗ്ഷൻ വരുമ്പോഴത്തേക്കും എൽ ഓഫ് എഫ് ഓഫ് ടി മൈനസ് എ യു ഓഫ് ടി മൈനസ് എ ആണെങ്കിൽ വിച്ച് ഇസ് ഈക്വൽ ടു ഇ റൈസ് ടു മൈനസ് എ എസ് എൽ ഓഫ് എഫ് ഓഫ് ടി ആണ് അപ്പോൾ ഇവിടെ നോക്കി ഇവിടെ എങ്ങനെയാ നമുക്ക് ഇതേപോലെ ആക്കിക്കൂടെ ഇവിടെ വെറും എഫ് ഓഫ് ടിയേ ഉള്ളൂ നോക്കി ടി ഇൻറ്റു യു ഓഫ് അതായത് ഇത് എഫ് ഓഫ് ടി എടുത്തോ ഇത് യു ഓഫ് ടി നോക്കി യു ഓഫ് ടി മൈനസ് എ ആണ് പക്ഷെ എനിക്ക് ഇവിടെ എന്താക്കണം എഫ് ഓഫ് ടി മൈനസ് എ ആക്കണം എന്നാൽ മാത്രമേ ഈ പ്രോപ്പർട്ടി അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ അല്ലേ അപ്പം നമ്മൾ എങ്ങനെ ചെയ്യും ഒന്ന് നോക്കി ഇവിടെ എ എന്താണ് 3 അല്ലേ അപ്പോൾ ഇവിടെ ഒരു 3 വന്നാൽ കുഴപ്പമില്ലല്ലോ ഞാൻ അടുത്ത സ്റ്റെപ്പിൽ നോക്കി എന്താ എഴുതാൻ പോകുന്നേ എൽ ഓഫ് ഇതിനെ മാത്രം എടുക്കുവാണേ ടി ഇൻറ്റു യു ഓഫ് ടി മൈനസ് 3നെ എങ്ങനെ മാറ്റുന്നു അപ്പോൾ നോക്കി എൽ ഓഫ് ടി മൈനസ് 3 പ്ലസ് 3 ക്ലിയർ ആണോ ടി മൈനസ് 3 പ്ലസ് 3 ഒരു 3 മൈനസ് ചെയ്യുന്നു ആഡ് ചെയ്യുന്നു ഇൻറ്റു എന്താ യു ഓഫ് ടി മൈനസ് 3 ഇവിടെ വരെ സിമ്പിൾ അല്ലേ നമുക്ക് എന്തുകൊണ്ട് 3 ആഡ് ചെയ്യും മൈനസ് ചെയ്യുന്നത് എ ഇവിടെ 3 ആണ് ക്ലിയർ അല്ലേ ഇനി നമ്മൾ എന്ത് ചെയ്യുന്നു ഇത് ഒരു ഫംഗ്ഷൻ എടുക്കും ഇത് വേറൊരു ഫംഗ്ഷൻ അപ്പോൾ ഇത് നോക്കി ഇതിനെ ഇതുകൊണ്ട് ഗുണിക്കണം ഇതിനെ ഇതുകൊണ്ട് ഗുണിക്കണം രണ്ട് ഫംഗ്ഷനായിട്ട് കൺസിഡർ ചെയ്തു അപ്പോൾ എങ്ങനെ വന്നാൽ എനിക്ക് ഒരെണ്ണം ടി മൈനസ് 3 ഇൻറ്റു യു ഓഫ് ടി മൈനസ് 3 ഇതിന് ബാക്കി പറഞ്ഞേ പ്ലസ് 3 അല്ലേ അത് കോൺസ്റ്റന്റ് അല്ലേ 3 വെളിയിലെടുത്തു ബാക്കി എൽ ഓഫ് യു ടി മൈനസ് 3 ക്ലിയർ അല്ലേ ഇവിടം വരെ ക്ലിയർ അല്ലേ നിങ്ങൾക്ക് നോക്കിയേ എൽ ഓഫ് ടി മൈനസ് 3 ഇൻറ്റു യു ഓഫ് ടി മൈനസ് 3 പ്ലസ് 3 എൽ ഓഫ് യു ഓഫ് ടി മൈനസ് 3 സിമ്പിൾ അല്ലേ ഇനി നോക്കിയേ നമുക്ക് ഈ ഫോമിലായില്ലേ എഫ് ഓഫ് ടി മൈനസ് എ യു ഓഫ് ടി മൈനസ് എ എന്നുള്ള ഫോമില് അതെന്താ ഇക്വേഷൻ ഇ റൈസ് ടു മൈനസ് എ എസ് ഇവിടെ എ എന്താ 3 അല്ലേ മൈനസ് 3s ബാക്കി ഇവിടെ നോക്കിയേ ഇത് കളഞ്ഞെഴുതിയ ബാക്കി എന്തേ ഉള്ളൂ എൽ ഓഫ് എഫ് ഓഫ് ടി അതായത് ഈ എനെ കളഞ്ഞ ബാക്കി എന്തേ എഴുതാവുള്ളൂ എഫ് ഓഫ് ടിയേ ഉള്ളൂ ഇപ്പോൾ ഇവിടുത്തെ എഫ് ഓഫ് ടി ഏതാ ടി അല്ലേ അപ്പോൾ നോക്കി ബാക്കി എന്താണ് എൽ ഓഫ് ടി ക്ലിയർ അല്ലേ പ്ലസ് ഇത് നോക്കി ഇത് എന്ത് ഫംഗ്ഷനാണ് യൂണിറ്റ് സ്റ്റെപ്പ് ഫംഗ്ഷനാണ് നമുക്കറിയാം യൂണിറ്റ് സ്റ്റെപ്പ് ഫംഗ്ഷൻ എന്താ എൽ ഓഫ് യു ഓഫ് ടി മൈനസ് എ ഇസ് ഈക്വൽ ടു ഇ റൈസ് ടു മൈനസ് എ എസ് ഡിവൈഡഡ് ബൈ എസ് ആണ് ക്ലിയർ ആണോ ഇത് യൂണിറ്റ് സ്റ്റെപ്പ് ഫംഗ്ഷൻ ഇക്വേഷൻ അപ്പോൾ ഇതേ ഫോമിൽ ഇവിടെ കിടക്കുന്നത് അപ്പോൾ ഇവിടെ എങ്ങനെ വരും എന്ന് പറഞ്ഞാൽ എല്ലാവരും 3 കോൺസ്റ്റന്റ് വെളിയിൽ ഇവിടെ ഉണ്ട് 3 ഇൻറ്റു എന്ത് വരും ഇ റൈസ് ടു മൈനസ് 3s അതായത് മൈനസ് എ എസ് മൈനസ് 3s ഡിവൈഡ് ബൈ എസ് ക്ലിയർ അല്ലേ ഇവിടം വരെ ഇനി എൽ ഓഫ് ടിയുടെ വാല്യൂ എഴുതിയാൽ പോരെ അടുത്ത സ്റ്റെപ്പിൽ എൽ ഓഫ് ടി എന്താ 1/s². ഫൈനൽ ആൻസർ എങ്ങനെയാണ് വരുന്നത് നമുക്ക് ഫൈനൽ ആൻസർ എങ്ങനെയാണ് വരുന്നത് ഇ റൈസ് ടു മൈനസ് 3s ഇൻറ്റു എൽ ഓഫ് ടി എന്താ 1/s² പ്ലസ് 3 ഇൻറ്റു ഇ റൈസ് ടു മൈനസ് 3s ഡിവൈഡ് ബൈ എസ് അത് നിങ്ങൾ എഴുതുമല്ലോ കുഴപ്പമില്ല ഇവിടം വരെ ക്ലിയർ അല്ലേ എല്ലാവർക്കും ഓക്കെ ഇനി അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം നമുക്ക് നോക്കി എല്ലാവരും നോക്കി ഇപ്പം എവിടെ എത്തി നമ്മൾ നോക്കി എന്താ എഴുതിയിരിക്കുന്നത് എഫ് ഓഫ് ടി ഈസ് ഈക്വൽ ടു അടുത്ത ക്വസ്റ്റ്യൻ ആട്ടോ എഫ് ഓഫ് ടി ഈസ് ഈക്വൽ ടു ഓക്കെ ടി സ്ക്വയർ ഇഫ് 1 ലെസ് ദാൻ ടി ലെസ് ദാൻ ഓർ ഈക്വൽ ടു 2 ആൻഡ് 4t ഇഫ് എന്താ ടി ഗ്രേറ്റർ ദാൻ 2 ഇതെങ്ങനെയാണ് ചെയ്യുന്നത് ഓർമ്മയുണ്ടോ എഫ് ഓഫ് ടി ഈസ് ഈക്വൽ ടു ടി സ്ക്വയർ ഇഫ് 1 ലെസ് ദാൻ ടി ലെസ് ദാൻ ഓർ ഈക്വൽ ടു 2 4t ഇഫ് ടി ഗ്രേറ്റർ ദാൻ 2 ക്ലിയർ അല്ലേ ഇതെങ്ങനെയാണ് ചെയ്യുന്നത് ഓർമ്മയുണ്ടോ നമ്മൾ നോക്കി ഇവിടെ നോട്ടിലോട്ട് നോക്കും എന്നിട്ട് നോക്കിയാൽ 1 ലെസ് ദാൻ ടി ലെസ് ദാൻ ഓർ ഈക്വൽ ടു 2 ആൻഡ് ടി ഗ്രേറ്റർ ദാൻ 2 ഇവിടെ എങ്ങനെയാണ് അപ്ലൈ ചെയ്യുന്നത് ഫംഗ്ഷനിൽ ഏത് ഇക്വേഷൻ നമ്മൾ അപ്ലൈ ചെയ്യുന്നതിനകത്ത് ഓർമ്മയുണ്ടോ ആർക്കെങ്കിലും 1 ലെസ് ദാൻ ടി ലെസ് ദാൻ ഓർ ഈക്വൽ ടു നോക്കി രണ്ടാമത്തെ പ്രോപ്പർട്ടി കണ്ടോ രണ്ടാമത്തെ പ്രോപ്പർട്ടിയിൽ ആദ്യത്തെ പ്രോപ്പർട്ടി കണ്ടോ എ ലെസ് ദാൻ ടി ലെസ് ദാൻ ബി ആ ഫോമിൽ ഇവിടെ കിടക്കുന്നത് 1 ലെസ് ദാൻ ടി ലെസ് ദാൻ ഓർ ഈക്വൽ ടു ആയാലും കുഴപ്പമില്ലാണ് എക്കും ബിക്കും ഇടയിൽ തന്നെയാണ് ടി അപ്പോൾ നോക്കിയാൽ 1 ലെസ് ദാൻ ടി ലെസ് ദാൻ ഓർ ഈക്വൽ ടു 2 അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും
ആദ്യത്തെ എഫ് ഓഫ് ടി ഇതാണ്. ഓക്കെ ആണല്ലോ. പക്ഷെ ഇവിടെ നോക്കി അടുത്ത 40 എന്താ, ടി ഗ്രേറ്റർ ദാൻ 2 ആണ്. ടി ഗ്രേറ്റർ ദാൻ 2, അതായത് ടി ഗ്രേറ്റർ ദാൻ വരുമ്പോൾ ഏത് ജി ഓഫ് ടി നോക്കിയേ, ജി ഓഫ് ടി ഇഫ് ടി ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു ഫംഗ്ഷൻ ഏതാണ് നോക്കിയേ, ഫസ്റ്റ് പ്രോപ്പർട്ടി നോക്കിയേ, ജി ഓഫ് ടി ഇഫ് ടി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എ ആണ്. ഇവിടെ ടി ഗ്രേറ്റർ ദാൻ എന്താണ് ക്വസ്റ്റ്യനിൽ 2 ആണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു, ഈ പ്രോപ്പർട്ടി അപ്ലൈ ചെയ്യുന്നു. അതായത് രണ്ടെണ്ണം നമുക്ക് വേണം. നേരത്തെ എന്താ, ഫസ്റ്റ് ക്വസ്റ്റ്യനിൽ ഇത് മാത്രം അപ്ലൈ ചെയ്താൽ മതിയായിരുന്നു. അടുത്ത ക്വസ്റ്റ്യൻ നോക്കി, സെക്കൻഡ് ക്വസ്റ്റ്യനിൽ എന്തുണ്ട്, രണ്ടെണ്ണം നോക്കി. ഇവിടെ ജി ഓഫ് ടി ഇങ്ങനെ വരുമ്പോഴത്തേക്കും ഇവിടുത്തെ എഫ് ഓഫ് ടി എഴുതുന്നത് ഇതാണ്. ദിസ് ക്ലിയർ ആണല്ലേ, ഇതായതുകൊണ്ട്. ഇവിടെ നോക്കി രണ്ടാമത്തെ ഫംഗ്ഷൻ എന്താ നടക്കുന്നത്, 40 ആണ്. ഇഫ് ടി ഗ്രേറ്റർ ദാൻ 2 ആണ്. അപ്പോൾ എന്താ വരുന്നത്, 40 ടി ഗ്രേറ്റർ ദാൻ 2 ഫസ്റ്റ് ഫംഗ്ഷൻ അല്ലേ. ക്ലിയർ അല്ലേ ഇവിടം വരെ? ഓക്കെ ആണോ? നോക്കി ഇപ്പം എന്താ മനസ്സിലായത്? ഇവിടം വരെ ക്ലിയർ ആണോ എല്ലാവർക്കും? ഏതൊക്കെ ഫംഗ്ഷൻ വേണം? ഈ ഫംഗ്ഷൻ വേണം. പിന്നെന്താ, ഈ ജി ഓഫ് ടി ടി ഗ്രേറ്റർ ദാൻ ഫോമിലുണ്ട്. ജി ഓഫ് ടി കിടക്കൊണ്ട് ടി ഗ്രേറ്റർ ദാൻ ഫോമിലുണ്ട്. അപ്പോൾ നമ്മൾ എന്താ ചെയ്യാറുള്ളത്, ഇവിടെ നോക്കി ടി ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു എ അല്ലേ, ഇവിടെ എന്ന് പറഞ്ഞാൽ 2 അല്ലേ. അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, ഈ പ്രോപ്പർട്ടി അപ്ലൈ ചെയ്യണം. അതായത് ഈ രണ്ട് പ്രോപ്പർട്ടിയും കൂടെ എന്ത് ചെയ്യണം, സം ആണ് ഏത് ഇവിടെ അപ്ലൈ ചെയ്യാനുള്ളത്. നിങ്ങൾക്ക് മനസ്സിലാവും ചെയ്ത് വരുമ്പോൾ. നോക്കാം എന്താണെന്ന് പറഞ്ഞേ. ഇവിടെ എന്താ ഫംഗ്ഷൻ ഉള്ളത് പറഞ്ഞേ, എന്താ എഫ് ഓഫ് ടി വരുന്നത് എവിടെ? അപ്പം എഫ് ഓഫ് ടി ഈസ് ഈക്വൽ ടു സം ടി സ്ക്വയർ ഇൻറ്റു എന്താ, യു ഓഫ് ടി മൈനസ് 1 മൈനസ് യു ഓഫ് ടി മൈനസ് 2 പ്ലസ് 4 ഓഫ് യു ഓഫ് ടി മൈനസ് 2. അതെങ്ങനെയാ 4 ഓഫ് യു ടി മൈനസ് 2 എന്ന് വന്നത്? എങ്ങനെയാണെന്ന് മനസ്സിലായോ? നമ്മൾ എന്ത് ചെയ്യുന്നു, ആദ്യത്തെ ഇക്വേഷൻ നോക്കിയേ. ആദ്യത്തെ ഇക്വേഷൻ ഇവിടെ നിന്നല്ലേ, ജി ഓഫ് ടി ഇൻറ്റു യു ഓഫ് ടി മൈനസ് എ മൈനസ് യു ഓഫ് ടി മൈനസ് ബി. ഇവിടുത്തെ ജി ഓഫ് ടി എന്താ, ടി സ്ക്വയർ. എ യു ഓഫ് ടി മൈനസ് എ എന്ന് പറഞ്ഞാൽ ദിസ് വൺ. നോക്കിയേ, യു ഓഫ് ടി മൈനസ് ബി എന്ന് പറഞ്ഞാൽ ദിസ് വൺ. ഓക്കെ ആണല്ലോ. പ്ലസ് അടുത്തെന്താ 40, അതെന്താ 40 ജി ഓഫ് ടി ഇൻറ്റു എന്താ, യു ഓഫ് ടി മൈനസ് എ. ഇവിടെ എ എന്താണ്, 2 ആണ് ഈ കണ്ടീഷനിൽ. അപ്പം നോക്കിയേ 40 ഇൻറ്റു യു ഓഫ് ടി മൈനസ് 2. ക്ലിയർ ആണല്ലോ. ഇത് എന്തായാലും പഠിച്ചു വെച്ച് പറ്റൂ, ഇമ്പോർട്ടൻ്റ് ആണ്. നോക്കിയേ ഒന്ന് അടുത്തത്. ഇവിടം വരെ ക്ലിയർ അല്ലേ എല്ലാവർക്കും? ഇനി നോക്കിയേ, ഇനി എന്താ ചെയ്യുന്നത് ഇത് എന്ത് ചെയ്യും നമ്മൾ, ഓരോന്നും കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും ടി സ്ക്വയറിനെ. അതായത് നോക്കിയേ, ടി സ്ക്വയർ ഇൻറ്റു യു ഓഫ് ടി മൈനസ് 1. ക്ലിയർ ആണല്ലോ? ആണ്. ഇവിടെ ഒരു യു ഓഫ് ടി മൈനസ് 2 ഉണ്ട്, ഇവിടെയും ഉണ്ട്. പക്ഷെ ഇവിടുത്തെ നോക്കിയേ കോഎഫിഷ്യന്റ് ടി സ്ക്വയർ അല്ലേ, ഇപ്പോൾ രണ്ടും കൂടെ കോമൺ എടുത്തൂടെ. അപ്പോൾ നമ്മൾ എങ്ങനെ എഴുതും, പ്ലസ് 40 മൈനസ് ടി സ്ക്വയർ ഇൻറ്റു യു ഓഫ് ടി മൈനസ് 2. വേറെ ഒന്നും ചെയ്തില്ല, യു ഓഫ് ടി മൈനസ് 2 കോമൺ എടുത്ത് എഴുതി. സിമ്പിളാണ്. നോക്കിയേ, ഇനി എന്താ ചെയ്യാനുള്ളത്, എനിക്കിവിടെ യു ഓഫ് ടി മൈനസ് 1 ആണ്. എനിക്ക് എന്ത് വേണം, എഫ് ഓഫ് ടി ഒരു ടി മൈനസ് 1 വേണം. അപ്പം ഞാൻ എന്ത് ചെയ്തു, ഒരു 1 മൈനസ് ചെയ്തു, ആഡ് ചെയ്തു. വിലയ്ക്ക് മാറ്റമില്ലല്ലോ, ഹോൾ സ്ക്വയർ കൊടുത്തു. ബാക്കി യു ഓഫ് ടി മൈനസ് 1. ഇവിടെ നോക്കിയേ, പ്ലസ് യു ഓഫ് ടി മൈനസ് 2 ആണ്. അപ്പോൾ എനിക്ക് എന്ത് വേണം, ഇവിടെ എല്ലാം ടി എ ഉള്ളൂ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഒരു -2 + 2. അപ്പോൾ നോക്കിയേ 4 ഇൻറ്റു ടി മൈനസ് 2 + 2. ടിയുടെ അടുത്താണ് കേട്ടോ, കണ്ടല്ലോ എല്ലാവരും. ഇനി അടുത്ത് എന്താ, മൈനസ് ടി സ്ക്വയർ. അപ്പം മൈനസ് ടി എന്താ, ഇവിടെ ടി മാത്രമാണോ, അല്ല, ടി മൈനസ് 2 ഫോം വേണ്ടേ. അപ്പം ഒരു -2 അല്ലെങ്കിൽ ഒരു 2 മൈനസ് ചെയ്തു, ആഡ് ചെയ്തു. ഇനി എന്താ, ഹോൾ സ്ക്വയർ ഇട്ടു. ഇൻറ്റു എന്താ, യു ഓഫ് ടി മൈനസ് 2. അതേപോലെ ഇതിനെങ്ങനെ സിംപ്ലിഫൈ ചെയ്യുന്നത്, എ പ്ലസ് ബി ദ ഹോൾ സ്ക്വയർ. ഇത് എയും ഇത് ബി, അങ്ങനെയാണെങ്കിൽ പറഞ്ഞേ ടി മൈനസ് 1 ദ ഹോൾ സ്ക്വയർ പ്ലസ് അടുത്തെന്താ 2 ഇൻറ്റു ടി മൈനസ് 1. ക്ലിയർ ആണോ, പ്ലസ് 1. ഓക്കെ ആണോ, ഇവിടം വരെ ക്ലിയർ അല്ലേ? ഇനി എന്താ, എല്ലാത്തിനും എന്തുണ്ട്, ഒരു യു ഓഫ് ടി മൈനസ് 1 ഉണ്ട്. ഇവിടം വരെ ക്ലിയർ അല്ലേ? അടുത്ത സ്റ്റെപ്പ് എങ്ങനെയാണ് ചെയ്യുന്നത് അറിയാവോ ആർക്കെങ്കിലും? അടുത്ത സ്റ്റെപ്പ് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന്, നമ്മൾ എന്ത് ചെയ്യുന്നു, 4ന് രണ്ട് സൈഡിലും മൾട്ടിപ്ലൈ. അപ്പോൾ നോക്കിയേ, പ്ലസ് 4 ഇൻറ്റു ടി മൈനസ് 2 എന്നാകും. പിന്നെന്താ, ഒരു 8 കിട്ടും ഇവിടെ. ദിസ് മൾട്ടിപ്ലൈ ചെയ്താൽ നോക്കി 4 ഇൻറ്റു ടി മൈനസ് 2 + 8. ഇനി ഇത് എന്താ ചെയ്യുന്നത്, മൈനസ് ഇത് എ പ്ലസ് ബി ദ ഹോൾ സ്ക്വയർ വെച്ച് എക്സ്പാൻഡ് ചെയ്യണ്ടേ. എന്താ വരുന്നത്, ബ്രാക്കറ്റിനകത്ത് ടി മൈനസ് 2 ദ ഹോൾ സ്ക്വയർ പ്ലസ് 2 ഇൻറ്റു എന്താ, 2 ഇൻറ്റു ടി മൈനസ് 2 ഇൻറ്റു എന്താ, 4 ഇൻറ്റു ടി മൈനസ് 2. ഓക്കെ ആണോ, പ്ലസ് 4. ക്ലിയർ അല്ലേ? ഇനി ഇൻറ്റു എന്തുണ്ട്, ഒരു യു ഓഫ് ടി മൈനസ് 2 ഉണ്ട്. ക്ലിയർ അല്ലേ? ഇവിടെ വരെ ഡൗട്ട് ഒന്നുമില്ലല്ലോ. ഇനി നോക്കി അടുത്ത സ്റ്റെപ്പിൽ എന്താ, ഇത് അതേപോലെ എഴുതണോ വേണം നോക്കി. ഇത് നമ്മൾ എന്ത് ചെയ്യുന്നു, ഈ യു ഓഫ് ടി മൈനസ് 1 ഓരോന്നിനും കൊടുക്കുന്നു അടുത്ത സ്റ്റെപ്പിൽ. അപ്പോൾ ടി മൈനസ് 1 ഹോൾ സ്ക്വയർ ഇൻറ്റു യു ഓഫ് ടി മൈനസ് 1. അടുത്തെന്താ, പ്ലസ് 2 ഇൻറ്റു ടി മൈനസ് 1 യു ഓഫ് ടി മൈനസ് 1. അടുത്തെന്താ, പ്ലസ് യു ഓഫ് ടി മൈനസ് 1. ഇവിടെ വരെ ക്ലിയർ അല്ലേ?
ക്ലിയർ ആണല്ലോ. അടുത്ത സ്റ്റെപ്പിൽ എന്താ നോക്കിയേ, ഒരു 4t-2 4 × t-2 ഇവിടെ നോക്കിയേ 4 × t-2 ഇവിടെ ആണല്ലേ. അപ്പോൾ നോക്കി ഇവിടെ പ്ലസ് ഈ മൈനസും പ്ലസും മൈനസ് അല്ലേ, അപ്പോൾ ഇത് രണ്ടും ക്യാൻസൽ ആയിപ്പോയി. ഓക്കെ ആണോ? അപ്പോൾ ബാക്കി എന്താ വരുന്നേ, ബാക്കി എങ്ങനെയാണ് വരുന്നത്? ഓർമ്മയുണ്ടോ എല്ലാവർക്കും? ആർക്കെങ്കിലും ഓർമ്മയുണ്ടോ? പ്ലസ് എന്ത് വരും, ഒരു u(t-1) ഇൻറ്റു എന്ത് വരും, നെക്സ്റ്റ് പ്ലസ് ഒരു u(t-1) ഉണ്ട്. അടുത്ത എന്താ, പ്ലസ് എന്താ, ഒരു 4 × u(t-2) മൈനസ് t-2 ദ ഹോൾ സ്ക്വയർ ഇൻറ്റു u(t-2). ഇതെങ്ങനെയാ വന്നേ, ഓർക്കുന്നുണ്ടോ? നോക്കി ഈ 8ഉം ഈ 4ഉം അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം, +4 ആവും. കുറയ്ക്കുമ്പോൾ 8 4 4 4 × u(t-2) ആണ് ഇവിടെ എഴുതിയേക്കുന്നത്. ഓക്കെയാണ്. മൈനസ് ഇവിടെ ഒരു ടേം ഉണ്ടല്ലോ, മൈനസ് t-2 ദ ഹോൾ സ്ക്വയർ, അതേ ഇൻറ്റു ദിസ് ഫംഗ്ഷനിലെ അതാണ് ഇവിടെ എഴുതിയേക്കുന്നത്. ക്ലിയർ അല്ലേ? ഇനി നമ്മൾ എന്ത് ചെയ്യുന്നു, L കൊടുത്ത് എഴുതുന്നു. L(f(t) = എന്ത് വരും, L(t-1) ദ ഹോൾ സ്ക്വയർ u(t-1) പിന്നെന്താ പ്ലസ് 2L(t-1) ഇൻറ്റു u(t-1) പ്ലസ് L എന്താ u(t-1) പ്ലസ് 4L(u(t-2) മൈനസ് L(t-2) ദ ഹോൾ സ്ക്വയർ ഇൻറ്റു u(t-2). ഇതെങ്ങനെയാണ് എഴുതിയേ, എല്ലാത്തിനും L അപ്ലൈ ചെയ്തു, അത് മാത്രമേ ചെയ്തിട്ടുള്ളൂ. ഇതിനെ എങ്ങനെ ചെയ്യാം നമുക്ക്, ഈ ഫംഗ്ഷൻ എങ്ങനെയാവും, ദിസ് ഫംഗ്ഷൻ